ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് ഇവിടെ അടുത്ത് നമ്മളെ വീടിൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് ദൂരമുള്ള ഒരു സ്ഥലത്തോട്ട് പോകണം കേട്ടോ. നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങിയതായിരുന്നു, എന്നാലും അടുത്തുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. മക്കൾ ബാക്കിലുണ്ട്, അതൊരാളുണ്ട്, ഒരാൾ ഇപ്പുറത്തുണ്ട്. കണ്ടോ, 2 പേരും ബാക്കിലുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത സ്ഥലം തന്നെയാണ്. മക്കൾക്ക് എക്സാമൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ട്രിപ്പൊന്നും പോകുന്നില്ല, അപ്പോൾ ഇവിടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇത് പാവണ്ണ തൂക്കുപാലമാണ് കേട്ടോ. അതായത് എടവണ്ണ പൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് പാവണ്ണയിലോട്ടുള്ള എന്താ പറയുക, കേരളത്തിലെയോ അങ്ങനെ എന്തായാലും ഏറ്റവും വലിയൊരു തൂക്കുപാലമാണ്. ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ നിലമ്പൂർ വഴിയൊക്കെ പാസ് ചെയ്യുന്നവർ, അരീക്കോട് വഴി പാസ് ചെയ്യുന്നവർക്കൊക്കെ കണ്ടിട്ട് പോകാൻ പറ്റിയ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഈവനിങ്ങിലൊക്കെ ഒന്ന് വൈബ് അടിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവരൊക്കെ ഇതിലൊക്കെ പോകുമ്പോൾ കയറിക്കോട്ടോ. ഒരു ട്രിപ്പായിട്ടൊന്നും വരാൻ പറ്റില്ല. നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പോൾ തൂക്കുപാലം കാണാനും കയറാനും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വരാൻ പറ്റും. ഇതിൻ്റെ ഒരു വ്യൂ കണ്ടോ, വലിയ തൂക്കുപാലമാണ് കേട്ടോ. ഞാനതിൻ്റെ ഒരു ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം വലിപ്പമുണ്ടെന്ന്. ഞാൻ വീഡിയോ എടുക്കായിരുന്നു. കണ്ടോ, വലിയ തൂക്കുപാലമാണ് കേട്ടോ. സെൻറ്ററിലോട്ട് എത്തുമ്പോൾ ഒരു ആട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ. അത് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണും. സെൻറ്ററിലോട്ട് എത്തിയപ്പോൾ പിന്നെ എനിക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നു, പേടി കാരണം. ഇപ്പോൾ നല്ല പച്ചപ്പും ഈ ഒരു വെള്ളം, ആ ഒരു പ്രളയ കാലത്ത് ഈ പാലം വരെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ പാലം പൊളിഞ്ഞിട്ടൊന്നുമില്ല, അത്രയ്ക്ക് കണ്ടീഷൻ ഉണ്ട് എന്നാണ് അപ്പോൾ നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഞങ്ങൾ വെറുതെ കറങ്ങാൻ ഇറങ്ങിയതായിരുന്നു. കണ്ടപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇടാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇക്കയും അവിടെ ഉണ്ട്. എനിക്ക് ഫോൺ പിടിച്ച് തന്നെ നടക്കാൻ സെൻറ്ററിലെത്തിയപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഫോണ് താഴെ ഞാൻ വീഴോ എന്നൊക്കെ കേട്ടോ. താഴോട്ട് നോക്കുമ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ള അഡ്വഞ്ചർ ഫീലായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ഞങ്ങൾ മക്കളും ഞാനൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോസും ഷൂട്ട് ചെയ്തു, അതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെന്നെത്തിയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇരുട്ട് മൂടുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോട്ടോസിനും വീഡിയോസിനും അതിൻ്റേതായിട്ടുള്ള ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ടെന്ന് വെച്ച് പോയതല്ല, നമ്മൾ തിരിച്ച് വേറെ വഴി പോയപ്പോൾ തിരിച്ച് അവിടെ വന്നപ്പോൾ അപ്പോൾ അവിടെ കയറിയപ്പോൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എടുത്ത് നിങ്ങളെ കൂടെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.